വെൽക്കം ബാക്ക് ടു സൈക്കോളജി ടോക്സ്. ഞാൻ റീം ഫാത്തിമ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെ? പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അതിന് സാധിച്ചിട്ടുണ്ടാകില്ല. അതിനൊരു റീസൺ ഉണ്ട്. അതെന്താണെന്നല്ലേ? ഇറ്റ് ഈസ് യുവർ കംഫർട്ട് സോൺ. നമ്മൾ സേഫ് ആയിരിക്കുന്ന, സെക്യൂർ ആയിരിക്കുന്ന നമ്മുടെ ഏരിയക്കാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ പാരന്റ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, ഫാമിലി ആകാം, അങ്ങനെ ആരും ആകാം. ഈ ഒരു സോണിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനോ നമുക്ക് പേഴ്സണൽ ഗ്രോത്തോ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് പുറത്ത് വന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞെന്താണ്, ആ കുഞ്ഞിന്റെ കംഫർട്ട് സോണിലാണ്. ആ കുഞ്ഞാണ് ഹീസ് ദ കിങ് ഇൻ ദാറ്റ് സോൺ, അല്ലെ? പക്ഷെ 9 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ടും ഈ കുഞ്ഞ് പുറത്തേക്ക് വന്നില്ല. എന്തിനു സംഭവിക്കും? ആ കുഞ്ഞ് അവിടെ വെച്ച് മരണപ്പെട്ടു പോകും. പക്ഷേ കുഞ്ഞ് പുറത്തേക്ക് വന്ന കുഞ്ഞ് എന്ത് ചെയ്യും? കരയും, അല്ലെ? അതെന്തുകൊണ്ടാണ്? കാരണം കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു. ഒരു പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിരിക്കണം, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകും. അതെല്ലാം തരണം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കുഞ്ഞും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വരാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, അവിടെ വെച്ച് സ്റ്റോപ്പ് ആയി കണ്ടുപോകും. പക്ഷെ പുറത്തേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. അതെല്ലാം തരണം ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനും, നമ്മുടെ ജീവിതം സക്സസ് ആവാനും. സോ ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ ആൻഡ് ഫ്ലൈ ടു യുവർ ഡ്രീംസ്. താങ്ക് യു.